ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് നൈറ്റ് ഔട്ട് പാർട്ട് 2. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. അതൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ. അവിടെ ചെന്നപ്പോൾ തൊട്ട് ഫുൾ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇങ്ങനെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിൽ മുമ്പ് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്കൊരു 2 hours ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു 2 hours നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും അവിടെ നിന്ന് എടുത്ത് കഴിക്കാം. ഒരു ബൊഫേ സിസ്റ്റം ഒക്കെ പോലെ. അവിടെ കാണുന്ന പല സാധനങ്ങളും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് കണ്ടതിൽ വെച്ച് ബെറ്റർ ആയിട്ട് തോന്നി കുറച്ച് സാധനങ്ങൾ ഞാൻ ഒരു പ്ലേറ്റിലാക്കിട്ടോ. അവർ രണ്ടുപേരും ചൈനീസ് ഡിഷായിട്ട് നല്ല ഫെമിലിയർ ആയതുകൊണ്ട് അവർക്ക് അത് ഈസി ആയിരുന്നു കേട്ടോ. ചൈനീസ് റെസ്റ്റോറൻറ്റ്സിലോ അല്ലെങ്കിൽ ചൈനയിലോ ഒക്കെ പോയിട്ടുള്ളവർക്കറിയാം ഇവിടെ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. അതിനുള്ള ഓപ്ഷൻ നമ്മളിരിക്കുന്ന ടേബിളിൽ തന്നെ ഉണ്ട്. മുളകൊന്നും നമ്മൾ പുരട്ടേണ്ട, അത് അവർ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ ചെയ്യുന്ന പരിപാടികളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടെങ്കിലും ഇതിന് എങ്ങനെ കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക്. ഇത് 2 ടൈപ്പ് ഓഫ് സൂപ്പാണ് കേട്ടോ, ഒന്ന് സ്പൈസിയും ഒന്ന് നോർമലും. അതിലേക്ക് പുള്ളിക്കാരി എന്തൊക്കെയോ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് പൊതുവെ സ്പൈസി ആണല്ലോ ഇഷ്ടം, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി നോർമലും ഞാൻ സ്പൈസിയാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഇതിൽ ആ വെളുത്തുള്ളി പോലെ കിടക്കുന്നതാണ് ക്രാബ് കേക്ക്. അതിൻ്റെ ഉള്ളിൽ ക്രാബാണ് കേട്ടോ സ്റ്റഫ് ചെയ്തേക്കുന്നത്. പിന്നെ ബ്ലാക്ക് മഷ്റൂമും. അങ്ങനെ നമ്മൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അവർ ചോപ്സ്റ്റിക്കൊക്കെ വെച്ചാണ് കഴിച്ചത്, പക്ഷെ നമുക്കതറിയാത്തത് കൊണ്ട് ഞാൻ ഫോക്കാണ് കേട്ടോ യൂസ് ചെയ്തത്. എന്തായാലും ഫുഡ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര വെറൈറ്റി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്കൊരു 14 വയസ്സുള്ള സമയത്ത് എനിക്ക് കുറേ വിസിറ്റ് ചെയ്യാനായിട്ടൊരു ചാൻസ് കിട്ടിയായിരുന്നു. ഈ ഫുഡൊക്കെ കഴിച്ചപ്പം അന്ന് ഞാൻ കഴിച്ചതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അന്ന് ഈ പറയുന്ന ഫോണും ഇൻസ്റ്റഗ്രാമും ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സ്റ്റോറി അന്നേ ഇടായിരുന്നു അല്ലേ. എന്തായാലും ആ സൂപ്പിലേക്ക് അവർ പിന്നെയും എന്തൊക്കെയോ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മീറ്റാണ് കേട്ടോ എല്ലാം തന്നെ. പിന്നെ ഞാൻ ഷ്രിമ്പ് എടുത്തു. അതിൻ്റെ തൊലി പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലൗസ് ഇട്ടേക്കുന്നത്. കാരണം അവർക്ക് നമ്മൾ ബെയർ ഹാൻഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരും. ഞാനങ്ങനെ ഒരു സീ ഫുഡ് ഫാൻ അല്ല, പക്ഷേ എന്നാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പുള്ളിക്കാരത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മീറ്റൊക്കെ എൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തിടുന്നുണ്ടായിരുന്നു. അതും അതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചു കേട്ടോ. ഏകദേശം ഫില്ലായപ്പോഴത്തേക്ക് നമ്മൾ ഡെസേർട്ടിലേക്ക് കടന്നു. അത് കഴിക്കാൻ തുടങ്ങിയപ്പം അവൾ പറയുന്നത് ഇതൊരു ഫിലിപ്പീനോ സ്നാക്കാണ് എന്നാണ് കേട്ടോ. അപ്പം ഞാൻ അതും കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ 2 ജ്യൂസൊക്കെ കുടിച്ച് ഒരു ഡ്രിങ്ക്സൊക്കെ കഴിച്ചപ്പോഴത്തേക്കും സമയം ഏകദേശം വെളുപ്പിന് 3 മണിയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ ഗൈസ്. മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.